സ്വർണ്ണവില മാത്രം 1,22,520 രൂപയാണ് നിലവിലുള്ളത്. ഏകദേശം 1,4 ലക്ഷം രൂപ 1,4 ലക്ഷം രൂപയുടെ അടുത്ത് സ്വർണ്ണവില മാത്രമായിരിക്കാം. ഏകദേശം അതിനേക്കാൾ ഒരു 8,000 രൂപ തൊട്ട് 15,000 രൂപ വരെ അധികമായി നൽകിയാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ തൊട്ട് 2 തവണയാണ് വിലയിൽ വ്യത്യാസമുള്ളത്. അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 24 ക്യാരറ്റിന്റെ വില അല്ലെങ്കിൽ അതുപോലെ തന്നെ ഔൺസ് റേറ്റിൽ ഡോളർ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണിക്കുന്നത് നാളെ വീണ്ടും സ്വർണത്തിന് വില ഉയരാനുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ ഒരു തുടർച്ചയായ ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആർക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എപ്പോ വില കുറയുമെന്നോ ഒരു തരത്തിലും പ്രവചിക്കാനോ പറയാനോ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിലവിലെ ഈ സ്വർണ്ണക്കടകളിലേക്ക് ഒരു കാഴ്ച എന്താണ്? ഈ ആളുകൾ ഇപ്പോഴും ഈ സ്വർണം വിൽക്കാൻ തന്നെയാണോ വരുന്നത്? അതും നമ്മൾ നേരത്തെയൊക്കെ ഈ സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് പോയി സ്വർണം വാങ്ങാമെന്ന് കരുതുന്നിടത്ത് ഇപ്പോൾ സ്വർണ്ണവില എത്രത്തോളം കൂടുമോ അത്രത്തോളം പോയി ഈ കയ്യിലുള്ള സ്വർണം വിൽക്കാമെന്ന് കരുതുന്ന ആളുകളായിരിക്കും അല്ലെ ഇപ്പോൾ കൂടുതലായി ഉള്ളത്. അതായത് ആളുകൾ സ്വർണം വിൽപ്പനയിലേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം പലതരത്തിലുള്ള ആവശ്യങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് ഈ അവരുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള വരുമാനം ആളുകൾക്ക് ലഭിക്കുന്നില്ല. ആ വരുമാനം ലഭ്യമാകാതെ വരുന്നതോടുകൂടി ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാനായിട്ട് അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ വിറ്റേ പറ്റുള്ളൂ. ഒരു സ്ഥലം വിൽപ്പനയിലേക്ക് പോവുകയാണെങ്കിൽ അതത്ര എളുപ്പമായി നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന ഏറ്റവും ഇതായിട്ടുള്ള സാധനം സ്വർണം തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ കസ്റ്റമേഴ്സ് സമീപിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ അവരോട് പറയും, നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കൃത്യമായി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗോൾഡ് വിറ്റാൽ മതി. ഇല്ലെങ്കിൽ വില കൂടുന്നൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങളത് വിറ്റ് പണമാക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥലത്തിനൊക്കെ വളരെ വലിയ വില ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വീട് പണി ആവശ്യങ്ങൾക്ക് സ്വർണം വിൽക്കേണ്ടവർക്ക് നല്ല സമയമാണ്. കാര്യം വിറ്റ് എത്രയും പെട്ടെന്ന് വീട് പണിതാൽ അത്രയും കോസ്റ്റ് കുറച്ചിട്ട് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് വെക്കാനായിട്ട് പറ്റും. മെറ്റീരിയൽസിന്റെ എല്ലാം വില ഓരോ ദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളി വില, സ്വർണത്തോടൊപ്പം തന്നെ വെള്ളി വിലയും വർദ്ധിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വ്യാപാര മേഖലയിൽ വലിയ മാന്ദ്യം അനുഭവപ്പെടുകയാണ്. ആളുകൾ മേടിക്കുന്നത് വളരെ ചെറിയ അളവിലേക്ക് കുറയുന്നു. കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഇതൊക്കെ വ്യാപാരികളെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.